നമുക്കിടയിലുള്ള ഒരു മലയാളി ലിപി ഇല്ലാത്ത ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം ചെയ്യുന്ന ഒരു മലയാളിയാണ്, ഒരു പ്രവാസി കൂടിയാണ് ഇന്ന് നമ്മളെ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള ബിൻ ഹുസൈൻ. ഹായ് അബ്ദുള്ള, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ്. നമ്മൾ പൊതുവെ പലർക്കും പലതരത്തിലുള്ള ഹോബീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു ഹോബി, ലിപിയില്ലാത്ത ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കുക എന്നുള്ളത്, ഇത്തരം ഭാഷകൾ ഉണ്ട് എന്ന് തന്നെ ഞങ്ങളൊക്കെ ഇപ്പോൾ വായിക്കുമ്പോഴാണ് അറിയുന്നത്. ഒരുപാട് അറിയാത്ത ഭാഷകളുണ്ട്. ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് എനിക്ക് ബ്യാരി ഭാഷ ഞാൻ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ. ലിപിയില്ലാത്ത ഭാഷ എന്നറിയാം. ഇങ്ങനൊരു ഹോബി അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻട്രസ്റ്റിലേക്ക് എങ്ങനെയാണ് താങ്കൾ എത്തുന്നത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് 8ാം ക്ലാസ്സിലായിരുന്നു. ആ സമയത്ത് മനോരമ ന്യൂസിൽ പത്രത്തിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ലിപിയില്ലാത്ത ഒരു ലാംഗ്വേജിന് ഒരു കന്യാസ്ത്രീ ലിപി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോ അന്ന് എനിക്ക് തോന്നി അങ്ങനെ ഉണ്ടാക്കിക്കൂടാ അങ്ങനെ ഒരു ലിപി. അതിന് തുടങ്ങിയതാണ്. ആ കന്യാസ്ത്രീയാണ് ഇതിനൊരു നിമിത്തമായത് അല്ലേ? അതെ അതെ. അതിനുശേഷം ഞാനത് ലിപി ഉണ്ടാക്കിയത് ഒരു ഭാഷയുടെ രൂപത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഏകദേശം 1000-ലധികം വേർഡുകളും മറ്റെല്ലാ ഒരു ഭാഷയ്ക്ക് വേണ്ട വേർഡുകൾ മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അക്കങ്ങളും അക്ഷരങ്ങളും എല്ലാം ആയിട്ട്. പിന്നീടാണ് ഒരു വർഷത്തിലധികമായി ലിപി ഇല്ലാത്ത കുറെ ലാംഗ്വേജുകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്, ബ്യാരി അടക്കം. അതിനിടയിലാണ് ഇപ്പൊ അബുദാബിയിലുള്ള ഒരാള് ഒരു ഡോക്ടറെ കൊടുത്തു എന്നറിഞ്ഞത്. അപ്പൊ ഞാന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് അവിടെ നിർത്തി ബാക്കിയുള്ള ലാംഗ്വേജുകൾക്കായിട്ട് ഏകദേശം 7 ലാംഗ്വേജുകളിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ലക്ഷദ്വീപില് പ്രാദേശിക ഭാഷയാണ് ജസരി എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ തൻവീർ പറഞ്ഞ പോലെ കാസർഗോഡ്, കർണാടക അവിടെയൊക്കെ സംസാരിക്കുന്നതാണ് തുളു എന്ന ഭാഷ അല്ലേ? അതുപോലെ കൊങ്ങിണിക്കും ലിപി ഇല്ലാന്ന് നമുക്കറിയാം. അപ്പം ആദിവാസി വിഭാഗത്തിന്റെ ഒരു ഗോത്ര ഭാഷ കൊറക, ഇതിനൊക്കെ താങ്കള് ലിപി ഉണ്ടാക്കിയെന്ന് കേട്ടു. അതൊക്കെ സത്യമാണോ? അതെ. നമുക്ക് അത്തരത്തിൽ ലിപി ഇല്ലാത്ത എത്ര ഭാഷ ഇന്ത്യയിലുണ്ട്? 100-ന് മുകളില് ഉണ്ടെന്നാണ് അറിവ്. ആണോ? അതില് എത്ര ഭാഷകൾക്കാണ് ഇപ്പം അബ്ദുള്ള ലിപി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്? ഇതില് 7 ലാംഗ്വേജിനാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. 7 ലാംഗ്വേജിന്. ഇപ്പൊ ഞാൻ ഈ ലിപിയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ കേട്ടത് ആദ്യമായിട്ട് നമ്മുടെ ബാഹുബലി സിനിമയിൽ മറ്റേ വില്ലൻ സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ, അത് എഴുതിയിരിക്കുന്നത് കൽക്കി എന്ന് പറഞ്ഞ വ്യക്തിയാണ്, ലിറിസിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. പക്ഷെ താങ്കൾ ഇപ്പോ നമ്മൾക്കിടയിലുള്ള ഒരു പ്രവാസി കൂടിയാണ്. താങ്കൾ ഇവിടെ അൽക്കൂസിൽ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ഇപ്പം എത്ര നാളായി നാട്ടിൽ പോയിട്ട്? UAE എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ 6 മാസമായി ഏകദേശം വന്നിട്ട്. അവിടെ അൽക്കൂസിലെ ഒരു കമ്പനി ഉണ്ട്, ഫാബ്രിക്കിന്റെ ഹോൾസെയിൽ കമ്പനി, അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ലിപികളൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് ഒരുപാട് ചരിത്രാന്വേഷണം അല്ലെങ്കിൽ ചരിത്രത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇതെല്ലാം വേണമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി എത്ര നേരം ഇൻവെസ്റ്റ് ചെയ്യും? കാരണം ഒരു ലിപി തയ്യാറാക്കുക, അതെല്ലാ വ്യാകരണങ്ങൾ അല്ലെങ്കിൽ എല്ലാ അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ ഇതൊക്കെ തയ്യാറാക്കേണ്ടതല്ലേ? പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ എത്ര നേരം ഇൻവെസ്റ്റ് ചെയ്യണം? എന്താണ് ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തിരുന്നത്? അതിന് ഇപ്പൊ ഒരു ലാംഗ്വേജിന് ഏകദേശം നമ്മളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡിക്ഷണറി ഒക്കെ സംഘടിപ്പിക്കുക. അതല്ലെങ്കിൽ ഡിക്ഷണറി കിട്ടാത്താണെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് സംസാരിക്കുന്നവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യണത്. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഏകദേശം ഇപ്പോ ജസരിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ 2 ദിവസം കൊണ്ടാണ്. പക്ഷെ 1 വർഷത്തിലധികമായി ഇതിൽ നടക്കാൻ തുടങ്ങിയിട്ട്. ജസ്രി എന്ന് പറഞ്ഞാല് ലക്ഷദ്വീപിലെ ഭാഷയാണ്. ലക്ഷദ്വീപ് ഭാഷ, അതെ. അത് മലയാളം തന്നെയാണ്. ഒരു 70-80% മലയാളമാണ്. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ലക്ഷദ്വീപിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്റെ കൂടെ പഠിച്ചിരുന്നു. അപ്പം അവർ പറയുന്നത് ശരിക്കും ഈ മലയാളത്തിനായിട്ട് ഭയങ്കര ബന്ധം തോന്നും. പക്ഷെ ചില വാക്കുകളൊക്കെ ബാട്ടുവേന, ഫലമാർത്തി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഈ ഒരു ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭാഷ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ലേ? ഈ ഭാഷ പഠിച്ചതിന് ശേഷമാണോ ഇതിലേക്കൊക്കെ വരിക? അല്ലെങ്കിൽ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ അത്രമാത്രം മതിയോ? ഭാഷയ്ക്ക് അതിന് ഞാനത് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ജസരിയുടെ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് അവരുടെ ഡിക്ഷണറിയാണ്. ജസരിക്ക് വേണ്ടിയിട്ട് ഇപ്പോ 2-3-4 ഡിക്ഷണറികളുണ്ട്. അപ്പോ അതില് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഇതിനൊരു അംഗീകാരം കിട്ടുക അതെങ്ങനെയാണ്? ഗവൺമെന്റ് തലത്തിൽ ഇതിനൊരു അംഗീകാരം കിട്ടേണ്ടത്. അപ്പൊ അത്തരത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ടോ, അതോ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് പോവാന്നുള്ളതാണോ? അല്ലല്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോ തുളുവിന്റെ ഡോക്ടർ എൻ ശ്രീധരൻ സാറായിട്ട്, അദ്ദേഹമാണ് മറ്റേ തുളുവിന്റെ പ്രചാരകനും അതുപോലെ ഡിക്ഷണറി ഉണ്ടാക്കിയാലൊക്കെ. അപ്പോ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസരിക്ക് വേണ്ടിയിട്ട് അവരുടെ സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് ഒരാളത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മൈഗുരു എന്ന് പറഞ്ഞ ഗൂഢഭാഷയുണ്ട് മലബാറിലെ, അതിന്റെ ഡോക്ടർ പ്രദീപ് ഇരുമ്പഴി എന്ന് പറയും.
നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്, സപ്പോർട്ട് ഉണ്ടായിരുന്നു. സൂപ്പർ. അല്ല, ഇപ്പം അബ്ദുള്ള, തിരുവിതാംകൂറിലെ ഗൂഢഭാഷ മൂലബദ്രി എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടും ലിപികൾ തയ്യാറാക്കി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ മൂലബദ്രി ഭാഷ? അത് എങ്ങനെയാ സംസാരിക്കുക? മൂലബദ്രി എന്ന് പറഞ്ഞ ഒരു കോഡ് ഭാഷ. അത് അവര് മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കാലത്ത് യുദ്ധ രഹസ്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് ക്രിയേറ്റ് ചെയ്ത ഒരു ലാംഗ്വേജ് ആണ്. അത് മലയാളം തന്നെ അക്ഷരങ്ങൾ പരസ്പരം അങ്ങോട്ടും മാറ്റിയിട്ട് ഉപയോഗിക്കലാണത്. ആ എന്നുള്ളതിന് കാ ഉപയോഗിക്കും, കാ എന്നുള്ളതിന് ആന്ന് ഉപയോഗിക്കും, അങ്ങനെ തിരിച്ച്. സൂപ്പർ. അപ്പൊ ഇനി എന്താണ് താങ്കളുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? എല്ലാ മിഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോ? മറ്റു പ്ലാൻസ് ഒക്കെ എന്താ? ഇനി ഇത് അവർക്ക് അതായത് ലാംഗ്വേജുകൾ സംസാരിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. യൂട്യൂബ് ചാനൽ അതുപോലുള്ള സംഭവങ്ങളിൽ കൂടെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നാണ് ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും താങ്കൾ ഇത്രയും സമയവും ഇത്രയും ശ്രമങ്ങളും ഇൻവെസ്റ്റ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ലിപി ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. അത് ഫലവത്താകട്ടെ, ഒരുപാട് പേർക്ക് ഉപകാരമാകട്ടെ, അന്യം നിന്ന് പോവാതിരിക്കട്ടെ ഈ ഭാഷകളൊക്കെ എന്ന്